നമസ്കാരം. ഞാൻ നിന്റെ വാതിലിൽ മുട്ടും. ഞാൻ മുട്ടുന്ന ശബ്ദം കേട്ട് നീ വാതിൽ തുറക്കുകയാണെങ്കിൽ ഞാൻ നിന്നോടൊപ്പം അത്താഴം കഴിക്കും. പിന്നെ എന്നോടൊപ്പം നിനക്ക് എൻ്റെ പിതാവിൻ്റെ സ്ഥലത്ത് ഒരുമിച്ച് വസിക്കുകയും ചെയ്യാം. ഇത് ക്രിസ്തുവചനമാണ്. പക്ഷേ ഇന്നത്തെ കാലത്തോ ദൈവം മനുഷ്യൻ്റെ രൂപത്തിലല്ല നമ്മുടെ വാതിലിൽ മുട്ടുന്നത്. എല്ലാം ഉപമകളായിട്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഹിന്ദു ഭാഗവതത്തിലും മറ്റും ഇത്തരം ഉപമകൾ നമുക്ക് കാണാം. ഈശ്വരൻ വന്ന് മുട്ടുന്നത് നന്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ്. അത് മനസ്സിലാണ് ആ മുട്ടൽ വരിക. നമ്മുടെ വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിൽ നന്മ തോന്നിക്കുക, ആ നന്മയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈശ്വരനാണ് നമ്മുടെ അടുത്തെത്തുന്നത്. ആ നമ്മുടെ വസതിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആ ദൈവം വസിക്കും, നമ്മുടെ ഹൃദയത്തിലും വസിക്കും. അപ്പോൾ അവന് നമ്മൾ അത്താഴ വിരുന്നൊരുക്കും. നമ്മൾ അവനോടൊപ്പം സ്വർഗത്തിൽ വസിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇതെപ്പോഴും മനസ്സിൽ വിചാരിക്കുക. ആഡംബരപൂർവ്വമായി നിങ്ങളുടെ മക്കളുടെ വിവാഹം നടത്തുമ്പോഴും മറ്റ് ഫങ്ഷൻസ് നടത്തുമ്പോഴും നിങ്ങൾ ഓർക്കുക, പാവപ്പെട്ട ഒത്തിരി പേരുണ്ട്. അവർ ദൈവത്തിൻ്റെ രൂപങ്ങളാണ്. അവരിലേക്ക് കൂടി കുറച്ച് നന്മ അല്ലെങ്കിൽ അവരുടെ രക്ഷയ്ക്ക് കൂടി കുറച്ച് നൽകുക. അതിലൂടെയാണ് അവൻ മുട്ടുന്നത്.